നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? നമുക്കെന്തെങ്കിലും പുതിയ കഥയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, പല സ്ത്രീകളും എന്തിനോ ജനിക്കുന്നു, എന്തിനോ ജീവിക്കുന്നു, എങ്ങനെയോ മരിക്കുന്നു. കഷ്ടതകൾ മാത്രം, ബുദ്ധിമുട്ടുകൾ മാത്രം, ദുഃഖം മാത്രം അനുഭവിച്ച് മരിക്കുന്ന സ്ത്രീകളുണ്ട്. സുഖം എന്താണെന്ന് അവരറിയാഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ത്രീയുടെ കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയുടെ അത്യാവശ്യം മുതലൊക്കെ എടുത്ത് വിറ്റ് കള്ളും കുടിച്ച്, അതുപോലെ തന്നെ കണ്ട പെണ്ണുങ്ങൾക്കും കൊണ്ട് കൊടുത്ത്, അവസാനം കുറേ നാട്ടിൽ കുറേ കടം ഉണ്ടാക്കി, വാടകയ്ക്ക് താമസിക്കുന്നത്, നാട്ടിൽ കുറേ കടം ഉണ്ടാക്കി ഒരു പെൺകുട്ടീനെ ഉണ്ടാക്കി കൊടുത്ത് അയാൾ സ്ഥലം വിട്ടു. അയാൾ ഇതിനേക്കാളും പൈസയുള്ള വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് വേറെ നാട്ടിൽ പോയി. പിന്നെ ഒരു അന്വേഷണവും ഇല്ല, ഒരു അന്വേഷിച്ചാൽ കിട്ടൂല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആ കുട്ടീനെയും കൊണ്ട് ഈ ഭാര്യ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇയാൾ അന്വേഷിക്കുന്നുണ്ടാ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലും, കല്യാണം കഴിക്കും, അവിടെ ഉപേക്ഷിച്ചും വേറെ പോവും. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതിലിപ്പോൾ ഈ ഭാര്യയുടെയും കുട്ടിയുടെയും കഥയാണ് നമ്മൾ പറയണത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭർത്താവ് വിട്ടു പോയി കഴിഞ്ഞാൽ ഭാര്യമാരെന്ത് ചെയ്യും? ഒരു പെൺകുട്ടിയുണ്ട്, ജീവിക്കണ്ടേ, വാടക വീട്ടിൽ താമസിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പെണ്ണാച്ചനെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പെണ്ണാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഇട്ടെന്ന് പോയി എന്ന് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഈ പെണ്ണിന് ജീവിക്കണ്ടേ. ഈ പെണ്ണ് എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അതുപോലെ തന്നെ മകളെ നല്ല രീതിയിൽ ഒരു ഡോക്ടറാക്കണം എന്നൊക്കെ ഈ പെണ്ണിന് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാ ആഗ്രഹങ്ങളും അവസാനിപ്പിച്ചിട്ടാണല്ലോ ഇയാൾ ഉപേക്ഷിച്ച് പോയത്. അങ്ങനെ ഈ പെണ്ണിന് പിന്നെ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി ജോലിക്ക് നിന്നു. ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്തൊക്കെ എന്തുണ്ടാവണം, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാർ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർക്ക് പരിപാടിക്ക് കൊടുക്കണം. അവർക്ക് എല്ലാവർക്കും ഈ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പരിപാടി വേണം. അപ്പോൾ പിന്നെ ഈ പെണ്ണ് ആലോചിച്ചു, എന്തിനാ ഈ ജോലിക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് പരിപാടിക്ക് കൊടുക്കുന്നത്? നമുക്ക് നമ്മുടെ ശരീരത്തിന് വിലയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് എന്താ, നമ്മളത് കാശിന് വിൽക്കുക എന്ന് തന്നെയാണ് ആ പെണ്ണ് വിചാരിച്ചത്. ഒരു ജോലിക്ക് നിന്നുകൊണ്ട് മകളെ പഠിപ്പും മറ്റുള്ള കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വിലയുണ്ട്, നമ്മുടെ ശരീരത്തിന് പൈസ കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം വിൽക്കാൻ തുടങ്ങി. ശരീരം വിൽക്കാൻ തുടങ്ങിയത് വീട്ടിൽ തന്നെയാണ്. അവിടെ അത്യാവശ്യം വീട്ടിലെ ആവശ്യക്കാരും നാട്ടുകാരുള്ള അത്യാവശ്യക്കാരും ഈ ഭർത്താവില്ലാണ്ടാകുമ്പോൾ ഞരമ്പ് രോഗികൾ കുറേ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് മുട്ടുമ്പോൾ കൊടുക്കും, കിട്ടിയ കാശ് മേടിക്കും. അങ്ങനെ വീട്ടിൽ ഈ ബിസിനസ് നടന്നോടുകൂടിയിട്ട് വീട്ടിലത്തെ വാടക ഈ മുതലാളി വന്നു, വീടിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു, ഈ പണി ഇവിടെ നടക്കില്ല, നിങ്ങൾക്ക് വീട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട് ഒഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊന്ന് വിളിയൊന്ന് പരിപാടി ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇവിടെ പോയി പറഞ്ഞു, ചേട്ടൻ അകത്ത് വാ, എൻ്റെ കഷ്ടതകൾ, എൻ്റെ ബുദ്ധിമുട്ട് ചേട്ടനൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇയാൾ അകത്ത് ചെന്നു. അകത്ത് ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, പൈസയുടെ അത്യാവശ്യമൊന്നുമില്ല, നിന്നെ കണ്ട നാൾ മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്ന് നടത്തി തന്നാൽ മതി. അതിനിപ്പോൾ എന്താ ചേട്ടാ? അപ്പോൾ കുട്ടി അവിടെ ഇല്ല കേട്ടോ, കുട്ടി സ്കൂളിൽ പോകില്ല. അങ്ങനെ അതിനെന്താ ചേട്ടാ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹൗസ് ഓണർ പരിപാടിയാണ്. എന്നിട്ട് പറഞ്ഞെന്താണ്, ഞാൻ എല്ലാ ആഴ്ചയും വരാം, എല്ലാ മാസം വരാട്ടാ, എനിക്ക് ഈ വാടക വേണ്ട, എല്ലാ മാസം എനിക്കൊരു പരിപാടിക്ക് തന്നാൽ മതി. കാലത്തിൻ്റെ പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കറിയാം, അയാളും കുറേ പഞ്ചാരിയാണ്. അപ്പോൾ അയാൾ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ അകത്ത് കയറി തുടങ്ങിയപ്പോൾ പറഞ്ഞു, പൈസ എടുത്ത് തരുമ്പോൾ പറഞ്ഞു, പൈസ വേണ്ട, എനിക്കൊന്ന് ചേച്ചി അത്യാവശ്യം പുറത്ത് കൊടുക്കേണ്ടത് ഞാൻ അറിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസിൻ്റെ പൈസ എനിക്ക് വേണ്ട, ഗ്യാസ് കഴിയുമ്പോൾ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ കൊണ്ടുവന്ന് തരണ്ട്, എനിക്കൊന്ന് തന്നാൽ മതി എന്ന്. അപ്പോൾ ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കൊന്ന് കൊടുത്തു. അപ്പോൾ ഗ്യാസും ഫ്രീ കിട്ടി, വീട്ടുവാടകയും ഫ്രീ കിട്ടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പലചരക്കട അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു പലചരക്കടയുണ്ട്. ആ പലചരക്കടയിലത്തെ അവിടെ ചെല്ലുമ്പോൾ അയാൾക്കൊരു നോട്ടുണ്ട് ഇവിടെ. അപ്പോൾ അയാളും പറഞ്ഞു, ഇതുപോലെ ചോദിച്ചു, അതേ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും, പൈസ വേണമെന്നില്ല, ഞാൻ കട പൂട്ടി അതിലെ വരാട്ടാന്ന് പറയും. അപ്പോൾ പറഞ്ഞു, കട പൂട്ടി വരാൻ വെച്ചാൽ മകളുണ്ടാവും, മകൾ ഉറങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവിടേക്കും കൊടുത്തു. അപ്പോൾ എന്തായി, സാധനങ്ങളൊക്കെ ഫ്രീ ആയി. അപ്പോൾ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ അയലക്കാർക്ക് ഏറ്റവും വലിയ കുരുപൊട്ടൽ. ഇവിടെ ഇവൾക്ക് ഓരോരുത്തർ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് പോണതൊക്കെ നോക്കിയിരിക്കുന്നത് അയലക്കാരാണ്. അയലോകത്ത് ഒരു ഭാര്യയും ഭർത്താവുണ്ട്, ഇവിടെ ആരൊക്കെ വരുന്നു, ഇവളെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിരിക്കുന്നത്. അവസാനം തന്നെ അയൽവക്കാരായിട്ട് വഴക്കായപ്പോൾ ഇവളുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ആൾക്കാർ. അത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, ആരെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവർ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകാൻ, അവർ വന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവർ കൂടിയിട്ട് ഈ അയൽവക്കാരെ ചീത്ത പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ അവർ മിണ്ടാണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഇവൾ വിചാരിച്ചു
ഇവിടെ നമ്മുടെ ശരീരം ഈ നക്കാപ്പിച്ചയ്ക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതുകൊണ്ടല്ല, നമുക്കത് നമ്മുടെ ശരീരം കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ കിട്ടുന്ന രീതിയിൽ നമ്മുടെ ശരീരം വിൽക്കണം. അതിന് നമ്മൾ എന്താ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണിലേക്ക് പോയി തുടങ്ങി. ഇപ്പോൾ അവിടെ നല്ലൊരു ബ്രോക്കറെ കണ്ടു. ആ ബ്രോക്കറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ കണ്ട് കാര്യം, ഇപ്പോൾ ഈ ബ്രോക്കർമാർക്ക് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറിയാം. അവരിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരെ കയ്യിൽ ഈ പെൺകുട്ടി വന്ന് പെട്ടു. അപ്പോൾ ആ ഇതോട് കൂടിയിട്ട് ഇവൾക്ക് രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ബിസിനസ് നടത്തുമ്പോൾ ഓൺലൈനിൽ കൃത്യമായിട്ട് പൈസ അദ്ദേഹം ബ്രോക്കറെ മേടിച്ചിട്ട് ഇവൾക്ക് കൊടുക്കുക ചെയ്യുക, ബ്രോക്കറെ കമ്മീഷൻ കഴിച്ചിട്ട്. അപ്പോൾ ഇവൾക്ക് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നല്ല പൈസയ്ക്ക് ബ്രോക്കർ ഇവളെ നല്ല നല്ല പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുക. വലിയ ഫ്ലാറ്റുകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, അങ്ങനെ നല്ല മുതലാളിമാരെ എസ്റ്റേറ്റുകൾ, അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ വില്ലകൾ, ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആദ്യം കൊടുക്കും. അങ്ങനെയാണ് ഇവരൊക്കെ കസ്റ്റമേഴ്സ് ഇവൾക്ക് വരുന്നത്. അപ്പോൾ പൈസ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ബാങ്കിലൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ, അച്ഛനമ്മയൊക്കെ അമേരിക്കക്കാരാണ്. അപ്പോൾ അച്ഛനമ്മയൊക്കെ അമേരിക്കയിൽ പോയ സമയത്ത് ഇവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കുക. ഇവന് ഒന്ന് പരിപാടി ചെയ്യണം. അപ്പോൾ ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രോക്കർ അറിയാം. ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നത്തെ രാത്രി നല്ലൊരു പെണ്ണിനെ കിട്ടണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എത്ര വേണേലും കൊടുക്കാം, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, കാണാൻ ഭംഗി ഉണ്ടാവണം. ഇത്ര മാത്രം മൂപ്പര് ഡിമാൻഡ്. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, അങ്ങനത്തെ ഒരാളെ ഞാനിങ്ങോട്ട് വിടുന്നുണ്ട്, ഇത്ര രൂപയാവും. ആയിക്കോട്ടെ, രൂപ ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൃത്യസമയത്ത് തന്നെ ബെല്ലടി കേട്ടപ്പോൾ അവൻ അതിൽ പറഞ്ഞപ്പോൾ നല്ലൊരു സുന്ദരി. ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ പൈസ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് തുടങ്ങി, നല്ല നല്ല അതുപോലെ തന്നെ നമ്മുടെ മാലകൾ ഇട്ട് തുടങ്ങി. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ പറയില്ല ഇവള് വെടിയാണെന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് ഇവള് മാറിയ ആളങ്ങട്. അങ്ങനെ ഇവൾക്ക് കണ്ടോടുകൂടിയിട്ട് ഈ പയ്യന് ഇവിടെ കണ്ടോടുകൂടി വലിയ ഇഷ്ടപ്പെട്ടു. വേഗം അകത്തേക്ക് വിളിച്ച് കയറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടിക്കൊക്കെ പോകണ ഒരു പെണ്ണാന്ന് തോന്നിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, എന്താ ചെയ്യുക, കുടുംബ പ്രാരാബ്ദം, അത്ര തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇപ്പം എന്നെ വന്നല്ലോ, നിങ്ങളോട് കൃത്യസമയത്തോടെ എത്താൻ നിങ്ങൾ പറഞ്ഞ കാരണം ഞങ്ങൾ വേഗം വണ്ടി വിളിച്ച് വരികയെ, അപ്പോൾ അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങളൊന്നും കഴിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു, കാലത്തിപ്പോൾ നേരത്തെ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിൽ ഞാൻ കാലത്തൊന്നും കഴിച്ചില്ല. ശരി, നമുക്ക് ഓൺലൈനിൽ ഭക്ഷണം വരുത്താം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓൺലൈനിൽ ഭക്ഷണം വരുത്തി ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കാണോ അവിടെ? പറഞ്ഞു, ഒറ്റയ്ക്കാണ്. ഇന്നലെയാണ് അച്ഛനും അമ്മയും അമേരിക്കയിലേക്ക് പോയത്. ഇനി അവർ 2 മാസം കഴിഞ്ഞാൽ വരുള്ളൂ. ഇപ്പോൾ 2 മാസം ഞാനിവിടെ ഫ്രീ ആണ്. നമ്മുടെ ഹോംവർക്കാണ് ഞാനിവിടെ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്ത് തലവയ്ക്ക് പിരിപിടിക്കുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും പേടിക്കാനില്ല, ആരും പേടിക്കാനില്ല, നമുക്ക് സുഖമായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു. അതല്ല, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ. അല്ല, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ഓൺലൈനിൽ പറയും ഒരാളുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ ഒരാളുടെ പൈസ അവർ ഗൂഗിൾ പേ ചെയ്യും. നമ്മളവിടെ ചെല്ല് നോക്കുമ്പോൾ ആ ഒരാളുടെ പൈസയ്ക്ക് അവർ 2 ആൾ 3 ആളൊക്കെ നിർബന്ധിച്ച് ചെയ്യും. അങ്ങനെ എനിക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, എൻ്റെ കൂടെ ആരുമില്ല, നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഓർഗാസോ അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള സുഖങ്ങളോ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്കിഷ്ടപ്പെട്ട ചില പുരുഷന്മാരെ കാണുമ്പോൾ, അവർ ബന്ധപ്പെടുമ്പോൾ, അവരെ അതുപോലെ തന്നെ അവരെ ലിംഗം, അവരുടെ പെരുമാറ്റം, അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർഗാസം വരാറുണ്ട്. അങ്ങനെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാറുണ്ട്. ഭർത്താക്കന്മാരെ കൂടെ കഴിയുന്ന ഒരു സുഖം നമുക്ക് അവർക്ക് കിട്ടാറുണ്ടെന്ന് പറയും. അങ്ങനെ കിട്ടിയുള്ള പരിചയങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കിട്ടിയുള്ള പരിചയങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ചില തമാശകളും ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് തമാശ? അപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ ഒരു 2 പയ്യന്മാർ എന്നെ വിളിച്ചു. അവരിതുപോലെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർ വിളിച്ചാൽ അങ്ങനെ അവർ 2 പേരും കൂടിയിട്ട് ഒരുമിച്ച് പരിപാടി ചെയ്യാൻ എന്നെ നോക്കി. അപ്പോൾ പറഞ്ഞു, ഒരുമിച്ച് പറ്റില്ല, നിങ്ങൾ ഓരോരുത്തർ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ ഡ്രസ്സ് അഴിക്കുമ്പോഴേക്കും അപ്പോൾ അവൻ്റെ പോയി. അപ്പോൾ വേഗം തിരിച്ചു വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല, അവർ ഡ്രസ്സ് അയച്ചത് മേലും തൊട്ടുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ പണി കഴിഞ്ഞു. എന്തായാലും നീ ചെല്ല്, നീ ഭാഗ്യവാൻ, ഞാൻ ആദ്യം പോയിട്ട് നിന്നെ രണ്ടാമതാക്കിയതിൻ്റെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തുള്ള ആ കൂട്ടുകാരൻ ചെന്നിട്ട് ഇതേപോലെ തന്നെ കണ്ടോട് കൂടിയിട്ട് അവനും പോയി, അവനും തിരിച്ചു വന്നു.
തിരിച്ച് വന്നപ്പോൾ രണ്ടുപേരും കൂടി ആകെ കഷ്ടത്തിലായി, വിഷമത്തിലായി. അത് കഴിഞ്ഞിട്ട് ഇവള് വന്നപ്പോൾ ഇവളോട് പറയാം, അതെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 2 മണിക്കൂർ നേരം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളൊന്ന് പരിശ്രമിക്കാനുള്ള ഒരു സാഹചര്യം തരും. അപ്പോൾ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, എനിക്കത് സന്തോഷമുള്ളൂ, പക്ഷേ എന്നെ ഇങ്ങോട്ട് വിടുന്നതും എൻ്റെ പേയ്മെൻറ്റും എല്ലാം തീരുമാനിക്കുന്നത് വേറെ ആളാണ്, അയാളായിട്ട് സംസാരിക്കും. കൃത്യം നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞാൽ അവിടെ ചെന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ പൈസ കൂടുതൽ നിങ്ങളുടെ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞോളൂ, നിങ്ങൾ ആളായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ ഫോൺ വിളിച്ചാൽ ബ്രോക്കറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ 2 പേർക്ക് ഇങ്ങനെ ആയി കാരണം നീ ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂർ നേരം അവിടെ നിന്നോ, അതിനൊരു ചെറിയ അപ്പോൾ നമ്മൾ മേടിക്കുന്നതുകൊണ്ട് എമൗണ്ടിൻ്റെ പകുതി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പകുതി മേടിച്ചിട്ട് അവർ വീണ്ടും അവിടെ നിന്ന് എന്നിട്ട് പിന്നെ പരിപാടി എന്ത് പോകുന്നു എന്നുള്ള ഒരു തമാശയായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു കുറേ നേരം ഇങ്ങനെ ഓരോ തമാശകളും ഇവളുടെ ജീവിതത്തിലത്തെ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിലത്തെ കാര്യങ്ങളും ഇങ്ങനെ കുറേ നേരം സംസാരിച്ചപ്പോൾ ഇവർ രണ്ടാവും ഭയങ്കര അടുത്തു. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ സംഗതി ഇവരൊക്കെ വെടികളാണ്, വേശികളാണ്, എന്നിരുന്നാലും ഈ പയ്യനെ അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നാച്ചുറാലിറ്റിയും ഇവളുടെ സത്യസന്ധതയും. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വീട്ടിലൊരു മകളാണുള്ളത്, ആ മകളിപ്പോൾ ഹോസ്റ്റലിൽ നിർത്തിയൊക്കെ ഞാൻ അവളെ ഡോക്ടറാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൾ ഡോക്ടറായാൽ നമ്മൾ ഈ പരിപാടി നിർത്തും. പിന്നെ ഇനി ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം അതിന് പുരുഷന്മാരൊക്കെ വഞ്ചകരാണ്, അതുപോലെ തന്നെ വെറുതെ അവരൊക്കെ ഒരുപാട് പുരുഷന്മാരുടെ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പുരുഷന്മാരെ നമ്മൾ അംഗീകരിക്കുന്നില്ല, കഴിക്കുന്നില്ല. എൻ്റെ മകളെ എനിക്ക് നല്ല നിലയിൽ ഒരു ഡോക്ടറാക്കണം, അവളെ കൂടെ എനിക്ക് ജീവിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ പരിപാടിക്ക് നടന്നതിന് കാര്യമുള്ള കാശ് ഉണ്ടാവുമോ? ഉണ്ടാവട്ടെ, അത് നമ്മൾക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തരുന്നത് നമ്മൾ അംഗീകരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് കിടന്നു കഴിഞ്ഞാൽ പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ശരി നമുക്ക് ഇത്രയും സമയം നമ്മൾ സംസാരിച്ചെന്നില്ലേ, നമുക്ക് പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിരോധം ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, നിരോധം ഇടയല്ല നല്ലത്. നിരോധം ഇട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല രോഗങ്ങളും നിങ്ങൾക്കും കിട്ടാം, നിങ്ങളുടെ പല രോഗങ്ങളും ചിലപ്പോൾ എനിക്കും കിട്ടാം, അതല്ല സേഫ്റ്റി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിരോധം ഇട്ട് കഴിഞ്ഞാൽ എനിക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് ശരിയാക്കിയത് അതിൻ്റേതായുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെ തരാം. അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഒരു പരിചയമുണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയും ഇതെന്നെ മതി എന്ന് പറയും. ഓ ശരി. അങ്ങനെ സംബന്ധിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു വലിയ ഹാപ്പിയായി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വളരെ സന്തോഷമായില്ലേ, നിങ്ങൾ ഹാപ്പി ആയില്ലേ ചോദിച്ചു. അപ്പം പറഞ്ഞു, വളരെ ഹാപ്പിയായി. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ 2-3 പേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ പെർഫോമൻസ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ ഇനിയും വിളിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഓൺലൈനിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണ്ട എന്നാന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും കുറച്ചുകൂടി പൈസ കൊടുത്തു. നേരം വെളുക്കുമ്പോൾ നേരത്തെ ആയിട്ട് നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും ബെഡ്റൂമിൽ കിടന്നുറങ്ങി. നേരം വെളുത്ത് ഇവൻ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഇവിടെ ഏറ്റിട്ടില്ല. അതിന് വന്നിട്ട് ഇവിടെ വിളിച്ചു, എന്താ എണിക്കാത്ത പോണില്ലേ, 5 മണിക്ക് പോകണമെന്നല്ല പറഞ്ഞപ്പോൾ മണി 7 എന്ന് പറഞ്ഞു. ഇവിടെ എണിക്കുന്നില്ല. തട്ടി നോക്കിയപ്പോൾ ഇവിടെ മരിച്ചു കിടക്കുക. ഇവനാകെ അങ്ങോട്ട് ഞെട്ടി. ഇപ്പം എന്തായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇനിയിപ്പോൾ ഈ ഒരു മരണത്തിന് കൂടി നമ്മൾ സമാധാനം പറയേണ്ട വരില്ലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ആകെ അങ്ങോട്ട് കിടന്ന് വേഗം തുടങ്ങിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി, പക്ഷേ ആ പെണ്ണിനെ കയറ്റിയപ്പോൾ ആ പെണ്ണിന്ന് നേരം എടുത്ത് നോക്കിയപ്പോൾ മരിച്ചാൽ കിടക്കണത്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ശരി ഞാനങ്ങോട്ട് വരാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ വന്നിട്ട് പറഞ്ഞു, അല്ല ഇതിപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം നമ്മളുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് പറയാം, പോലീസിൽ അറിയിക്കുക, അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. പോരാത്തിന് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ശരീരം കൊണ്ട് മറവിയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ബ്രോക്കറുണ്ട്, അയാൾ അന്വേഷിക്കും, നിന്നെ പിടിക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് റോട്ടിലും സകല സ്ഥലത്തും CCTV ഇന്നല്ലെങ്കിൽ നാളെ നീ പെടും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട, നീ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിച്ചോ. നീ എന്നെ വിളിച്ചിട്ടുമില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, നിനക്ക് ഞാൻ അത് പറഞ്ഞു തരുന്നെന്ന് മാത്രം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ നീ എന്നെ വിളിക്കാറുണ്ടല്ലോ, ഇതെന്താ വിളിക്കാൻ ഞാൻ ചോദിച്ചു. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ വിളിക്കാത്ത നന്നായി, എനിക്ക് എൻ്റെ സമയം നല്ലതാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വിട്ടുപോയി. പിന്നെ ഇവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ എത്ര കാലം ആലോചിച്ചിട്ടും ഇതിനൊരു പരിഹാരം അവന് കാണാനില്ല. അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൽ വിളിച്ചു പറഞ്ഞു ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ പോലീസ് വന്നു, ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു.
ഇങ്ങനെ ഉണ്ടാകുന്നത്, ഇങ്ങനെയാണ് ഞാൻ വിളിച്ചത്, ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചാണ്, ഇന്ന ആളാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. അങ്ങനെ പോലീസ് അയാളെ വിളിച്ചു, ബ്രോക്കറെ വിളിച്ചു. ബ്രോക്കർ പറഞ്ഞു സത്യമാണ്, ഇത്ര രൂപ എനിക്ക് അയാൾ തന്നിട്ടുണ്ട്. എല്ലാ രേഖകളും നോക്കിയപ്പോൾ ഈ പയ്യൻ്റെ പേരിൽ ഒരു തെറ്റുമില്ല. പോലീസ് മനസ്സിലായി ഈ പയ്യൻ കൊന്നതല്ല എന്ന് മനസ്സിലായി. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു, അത് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയി. പക്ഷേ കുറേ ആൾക്കാരറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിപ്പോൾ 2 ദിവസത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞല്ലോ. അങ്ങനെ ഈ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടത്തിന് ചെന്നപ്പോൾ ഇവനും പോയിൻ്റ് നടന്നു. പോസ്റ്റ്മോർട്ടത്തിൽ തുടങ്ങി ഇയാളെന്താണെന്ന് വെച്ചാൽ ഈ മകളെ വിളിച്ചു വരുത്തി. മകൾക്ക് ഇവളിങ്ങനെ വേശ്യയായിട്ടാണ് ഈ കാശ് സമ്പാദിക്കണമെന്നും അതുപോലെ തന്നെ മകളെ പഠിപ്പിക്കണമെന്നും മകൾക്ക് അറിയില്ല. മകൾ ഇതൊന്നും അറിയാണ്ടാണ് അവിടെ വന്നത്. പക്ഷെ അവിടെ വന്നാക്കിയപ്പോൾ പല ആൾക്കാരിൽ നിന്നും മകൾ അറിഞ്ഞു അമ്മ വേശ്യയായിട്ടാണ് മകളെ പഠിപ്പിക്കാനാണ് കിടന്ന് നടന്നത്. ഇപ്പം അറ്റാക്കായിട്ട് മരിക്കുകയും ചെയ്തു. ആരും ഇല്ലാണ്ട് ആ പെൺകുട്ടി എന്ന് വെച്ചാൽ നല്ലൊരു പെൺകുട്ടി, ഒരു 10-18 വയസ്സായിട്ടുണ്ട്, 10-18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെൺകുട്ടി. അപ്പോൾ ഇവളുടെ ആ സങ്കടം, ഇവളുടെ വിഷമം കണ്ടോട് കൂടിയിട്ട് ഇവൻ പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് ശവം മേടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവൻ ഒപ്പം നിൽക്കുന്നുണ്ട്, എല്ലാത്തിനും മുന്നിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എന്നിട്ട് അവൻ ആ പെൺകുട്ടീനെ ആശ്വസിച്ചു, നീ വിഷമിക്കണ്ട, ഇനിയിപ്പോൾ നിൻ്റെ പഠിപ്പ് നിൽക്കുന്നു വിചാരിച്ചിട്ട് നീ വിഷമിക്കണ്ട, നിൻ്റെ പഠിപ്പ് തുടരാം, അതിനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇവൾ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ആ പെൺകുട്ടീനെ ഇവൻ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ആ പെൺകുട്ടി ഡോക്ടറുമായി. ഇപ്പോൾ എന്തുണ്ടായി, ഇവന് നല്ല ജോലിയുണ്ട്, അവൻ ഡോക്ടറായി നല്ലൊരു കുടുംബത്തിലേക്ക്, ഒരു വേശ്യയുടെ മോള് നല്ലൊരു കുടുംബത്തിലേക്ക് വന്നു പെട്ടു. അപ്പോൾ അമ്മയുടെ മനസ്സ് പോലെ തന്നെ നല്ലൊരു ഇതിലേക്ക് വന്നു പെട്ടു. പക്ഷേ ആ അമ്മയ്ക്ക് ഒരിക്കലും ഒരു സന്തോഷിക്കാനോ ഒരു ഡോക്ടറായി കിടന്ന് അവൾക്കൊരു കുട്ടി ഉണ്ടാവണം കാണാനോ മറ്റുള്ള യാതൊരു ഭാഗ്യം ഉണ്ടായില്ലെന്ന് മാത്രം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ത്രീകൾ എന്തിനോ ജനിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു, അവസാനം മരിച്ച് മണ്ണോട് മണ്ണായി പോകുന്നു. എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വല്ല മക്കളോ വല്ലവരോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രമുണ്ട്. അപ്പോൾ ഈ കഥ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന്